കണക്കിലെ മിടുക്കനും കോഡിങ്ങിലെ മിടുക്കനും ഒക്കെ ആയിരിക്കുമോ ആധുനിക കാലത്തെ ഏറ്റവും മികച്ച കരിയറുകൾ ലഭിക്കാൻ സാധ്യതയുള്ളത്? നമ്മൾ വളരെയധികം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. എ ഐ വരുന്നു എന്നും പറഞ്ഞാൽ സ്കൂളിലെല്ലാം കൂടുതൽ റോബോട്ടിക്സും എ ഐയും കോഡിങ്ങും ഒക്കെ പഠിപ്പിക്കാനാണ് പലരും ശ്രമിക്കുന്നത്. പക്ഷെ ഒരു കാര്യം നമ്മളിന്ന് മനസ്സിലാക്കേണ്ടത്, ഇന്ന് എ ഐ വന്നുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളിലൊക്കെ, അല്ലെങ്കിൽ എ ഐയുടെ പ്ലാറ്റ്ഫോമുകളൊക്കെ വർദ്ധിക്കുന്ന രാജ്യങ്ങളിലൊക്കെ ജോലി നഷ്ടപ്പെടുന്നത് പൊതുവേ കണക്കിന് മിടുക്കരായിട്ടുള്ളവർക്കും കോഡിംഗ് അറിയാവുന്നവർക്കും സോഫ്റ്റ്വെയർ അറിയാവുന്നവർക്കും ഒക്കെയാണ്. പിടിച്ചു നിൽക്കുന്ന ആരാണെന്ന് ചോദിച്ചാൽ കൂടുതൽ അനലിറ്റിക്കൽ സ്കില്ലുള്ള, കൂടുതൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള, കൂടുതൽ ലീഡർഷിപ്പ് ക്വാളിറ്റീസുള്ള, കൂടുതൽ ഓർഗനൈസിങ് കഴിവുള്ള, കൂടുതൽ പ്ലാനിങ് കഴിവുള്ള, കൂടുതൽ ഡൊമൈനിൽ ഒരുമിച്ച് ഇടപെടാൻ കഴിയുന്ന, ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന, പിന്നെ ആഡ്വേഴ്സിറ്റീസിനെയും ചലഞ്ചസിനെയും ഒക്കെ നേരിടാൻ കഴിയുന്ന, പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും ഒക്കെ നേരിടാൻ കഴിയുന്ന, ഏത് സാഹചര്യത്തിൽ സൊല്യൂഷൻ കൊണ്ടുവരാൻ കഴിയുന്ന വ്യക്തിത്വങ്ങളാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെ നമ്മൾ എ ഐ വരുന്നു എന്നും പറഞ്ഞ് കുറച്ച് എ ഐയും റോബോട്ടിക്സും കണക്കും മാത്രം പഠിപ്പിച്ച് കുട്ടികളെ ഇറക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടികളൊക്കെ ഭാവിയിൽ ഒരു ജോലി ഇല്ലാതാവും. നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, കുട്ടികളെ ബാല്യത്തിൽ അവരെ നല്ല സമഗ്രമായി വളർത്തുകയും അവരുടെ ടീനേജിലൊക്കെ അവരിൽ നല്ല സ്കിൽസ് കൊണ്ടുവരികയും നല്ല പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുകയും ലോകത്തിന് ആവശ്യമായ ഹ്യൂമൻ കണ്ടൻറ്റ് അല്ലെങ്കിൽ ഹ്യൂമൻ സ്കിൽ അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ എബിലിറ്റി, ഇതൊക്കെയാണ് അവരിൽ വർദ്ധിപ്പിക്കേണ്ടത്. ടീമായിട്ട് വർക്ക് ചെയ്യാൻ, മനുഷ്യരുമായിട്ട് ഇടപെടാൻ, സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടാൻ ഒക്കെയുള്ള കഴിവുകളാണ് കുട്ടികളിൽ കൂടുതലായിട്ട്. കാരണം അത് പിന്നീട് ഒരിക്കലും നമുക്ക് ട്രെയിൻ ചെയ്യാനായിട്ട് പറ്റില്ല. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് എപ്പോൾ വേണേലും പഠിച്ചെടുക്കാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഒരു കുട്ടിയുടെ ഒരു ആറ്റിറ്റ്യൂഡ്, ഒരു കുട്ടിയുടെ സ്കില്ല്, ഒരു കുട്ടിയുടെ പേഴ്സണാലിറ്റി, ഒരു കുട്ടിയുടെ ക്യാരക്ടർ, ഒരു കുട്ടിയുടെ പിന്നെ ലീഡർഷിപ്പ് ക്വാളിറ്റീസ്, ഇതൊക്കെ അവരുടെ ചെറിയ പ്രായത്തിൽ തന്നെ അവരെ ഓർഗനൈസ് ചെയ്തെടുത്താൽ മാത്രമേ അവർ മേളോട്ട് വരുമ്പോൾ അതൊക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന, അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരായിട്ട് അവർക്ക് വളർന്നു വരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഒരു ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റാണ് കുട്ടികൾക്ക് ഇന്ന് ആവശ്യം.